നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഭയങ്കര കാട് കയറി കിടക്കുകയാണ്. മഠത്തിലോട്ട് പോകുന്ന വഴിക്ക് ഈ നമ്മുടെ അയൽവാസി ആയിട്ടുള്ള നമ്മുടെ ടിജു അച്ഛൻ്റെ കാടാണ്. ടിജു അച്ഛൻ്റെ വീടിൻ്റെ അവിടെ വളർന്നിരിക്കുന്ന ഭയങ്കര കാടാണ്. കുന്നുംപുറത്ത് ടിജു അച്ഛൻ്റെ സ്ഥലമാണ്. കാട് കയറി ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുകയാണ്. അവർ കാട് വെട്ടി മാറ്റുമോ ഇതൊന്നും ചെയ്യത്തില്ല. ഇപ്പം തന്നെ എത്ര പാമ്പിനെ നമ്മൾ കൊന്നു. ഇന്നത്തെ ദിവസം ചൂട് കൊണ്ട് പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർ ഈ കാട് വെട്ടി ഇതുകൊണ്ട് ഭയങ്കര വനവാസമാണ്. ഈ വനത്തിൽ കൂടെ വേണം നമ്മൾ പോകാൻ. ഈ കാടാണ്. ഈ കാട്ടിൽ നമ്മൾ പഞ്ചായത്തിലെല്ലാം അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഈ കാട് ഇവിടുന്ന് വെട്ടി മാറ്റാൻ വേണ്ടി ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതം, കുഞ്ഞിനെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു പിള്ളേരെയാണ് പാമ്പ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ എത്ര പാമ്പിനെ ഇപ്പോൾ ഇവിടുന്ന് തന്നെ പിടിച്ചെന്നറിയോ? നിങ്ങൾ കാണണം സുഹൃത്തുക്കളെ, ടിജു അച്ഛൻ കുന്നുംപുറത്ത് വാഴമുട്ട 9-ാം വാർഡിലെ ടിജുവിൻ്റെ അയ്യത്തെ കാടാണ്. കണ്ടോ, ഭയങ്കരമായിട്ട് അവർ കാട് വെട്ടി തെളിക്കത്തുമില്ല. ഇവിടുത്തെ വേറൊരുത്തനുണ്ട് താഴെ, പുള്ളിക്കാരന് എപ്പോഴും വന്ന് ഇവിടെ എല്ലാം ചപ്പും കുപ്പും എല്ലാം വാരി വെച്ച് കിട്ടി. തങ്കച്ചൻ, കുന്നുംപുറത്തെ താങ്കച്ചന് ഇതിനകത്ത് അപ്പോൾ അവരെല്ലാം കൂടി സഹകരിച്ച് നിൽക്കുകയാണ്. ഈ കാട് എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ഈ കാട് എത്രയും പെട്ടെന്ന് മാറ്റിയാലേ നിങ്ങളെല്ലാവരും കൂടെ സഹകരിക്കണം എന്ന് പറയുന്ന ഈ ചാനൽ കാണുന്നവർ നിങ്ങൾ കാണും. ഇതുണ്ടോ, മൊത്തം വനവാസമായത്. വനവാസം ഭയങ്കരമായിട്ട് വനമാണ്. കണ്ടോ, ഇതുണ്ടോ, നിങ്ങൾ കാണണം സുഹൃത്തുക്കളെ. കണ്ടോ ഇതാണ് ഈ വനത്തിനകത്ത് ഇരിക്കുന്ന. ഇവിടെ ഇപ്പം കണ്ടോ, ആ വീട്ടിലേക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം താമസിക്കുന്നത്. കണ്ടോ, ഈ കുഞ്ഞുങ്ങൾ ഈ കാട്ടിലാണ് കിടക്കുന്നത്. എന്നും പാമ്പ് പിടിച്ച് എല്ലാവരും ചത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ സബ്സ്ക്രൈബ് അടിക്കണം, ചാൻസ് അടിക്കണം. ഇത് നിങ്ങൾ അന്നേരമുള്ള വാർത്തകൾ എത്തിക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഈ കാട് ഇവിടുന്ന് വെട്ടിയെടുക്കാൻ നമ്മൾ മെമ്പറിനോടൊക്കെ അറിയിപ്പിക്കും. മെമ്പറിനെ വിളിച്ച് പറഞ്ഞ് മെമ്പർ ഇത് വേണ്ടി എത്രയും പെട്ടെന്ന് ചെയ്യട്ടെ. ഓക്കെ.